എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരിനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44:1 മുതൽ 3 വരെ. വീണ്ടും യഹോവ പ്രവാചകനിലൂടെ അരുളിച്ചെയ്യുന്നു. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെയും എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 46:3. അമ്മയുടെ ഗർഭത്തിൽ നാം ഉരുവാകുമ്പോൾ തന്നെ നാം ആരാകണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. 3 മാസം പ്രായമായപ്പോൾ തീർന്നു പോകേണ്ടതായിരുന്നു മോശയുടെ ജീവിതം. ഫറവോൻ രാജാവിൻ്റെ കിങ്കരന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അമ്മ മോശയെ ഒളിപ്പിച്ചു. ഒന്ന് ഉറക്കെ കരയുവാനോ ചിരിക്കുവാനോ പറ്റാത്ത വിധം അമ്മ മോശക്കുഞ്ഞിനെ വായ് പലപ്പോഴും അടച്ചു പിടിച്ചു. 3 മാസം വരെ അമ്മ മകനെ ഇങ്ങനെ പരിപാലിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ കീല് തേച്ച് ഞാങ്ങണപ്പെട്ടിയിൽ അമ്മ അവനെ നീല നദിയിൽ ഒഴുക്കി. എന്നാൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ മോശയെ കണ്ട ദൈവത്തിന് മോശയെക്കുറിച്ച് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അതിനാൽ നീലനദിയുടെ ഓളങ്ങൾക്ക് കുഞ്ഞിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. നീലനദിയിൽ കുളിക്കുവാൻ വന്ന ഫറവോന്റെ മകൾ ഒഴുകി വരുന്ന ഞാങ്ങണപ്പെട്ടകം എന്തെന്ന് നോക്കുകയും സുന്ദരനായ മോശക്കുഞ്ഞിനെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. സ്വർഗം കണ്ട കുഞ്ഞിനെ സ്വർഗം തന്നെ വളർത്തും. അവൻ്റെ സ്വന്തം അമ്മ തന്നെ അവനെ പാൽ കൊടുത്ത് വളർത്തുന്നു. 40 വർഷം രാജകുമാരനെ പോലെ കഴിയുന്നു. കൊട്ടാരത്തിലെ വിദ്യകൾ അഭ്യസിക്കുന്നു. വീണ്ടും 40 വർഷം അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു ദാസനാകുന്നു. അവിടെയും ദൈവത്തിൻ്റെ മുഖം മോശ കണ്ടു. ആ ദയ അവനിലേക്ക് ഇറങ്ങി വന്നു. ആ ദയ മോശയെ ഹോരേബ് പർവ്വതത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നും രക്ഷിക്കാനുള്ള വലിയ ദൗത്യം ഏൽപ്പിക്കുന്നു. മോശ എല്ലാവരുടെയും നേതാവാകുന്നു. 40 വർഷക്കാലത്തെ മരുഭൂമി പ്രയാണം കഴിഞ്ഞ് ജനതയെ കനാൻ നാട്ടിലെത്തിക്കുന്നു. കനാൻ നാട് നോക്കിക്കണ്ട മോശയെ ദൈവം തൻ്റെ മാർവോട് ചേർക്കുന്നു. ഇതുപോലെ നാം ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഏത് വേദനകളിൽ കൂടി നാം കടന്നു പോയാലും കർത്താവിൻ്റെ കണ്ണുകൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കും. ആ കരുണയും ദയയും നമ്മെ പിന്തുടരുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. യെശയ്യാവ് 54:10-11 വചനങ്ങൾ. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ കണ്ട ദൈവം നരയ്ക്കുമ്പോൾ നമ്മെ വഹിക്കും. നമ്മെ തൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കും. നാം പാപത്തിൻ്റെ പുറകെ ഓടിയപ്പോഴും നാശകരമായ ചേറ്റിൽ പതിച്ചപ്പോഴും ആ നയനങ്ങൾ നമ്മെ തന്നെ നോക്കുകയായിരുന്നു. നാം പാപം ചെയ്തകന്നപ്പോഴും മാതാപിതാക്കന്മാരെ ധിക്കരിച്ചപ്പോഴും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോഴും കോപിച്ചപ്പോഴും ദൈവം നിന്റെ മടങ്ങിവരവും കാത്ത് ഇരിക്കുകയായിരുന്നു. ഗർഭം മുതൽ നരയ്ക്കുവോളം ചുമന്ന് നടക്കുന്ന ഈ ദൈവത്തെ നമുക്കെങ്ങനെ മറക്കുവാൻ കഴിയും? ഇത്ര വലിയ കരുണ ഓർക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ പാടിയ പോലെ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാനും നിർത്തരുതേ എന്ന് നാമും പാടിപ്പോകില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം നിസ്സഹായ അവസ്ഥയിൽ നാം ആയിരുന്നാലും, കൈകാലുകൾ തളർന്നാലും, കണ്ണ് മങ്ങിപ്പോയാലും, ദേഹം തളർന്നാലും നിന്നെ താങ്ങുവാൻ അവൻ്റെ ശക്തമായ കരങ്ങൾ ഉണ്ട്. നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ ദൈവം നിനക്ക് പേരിട്ടു.
യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിലിരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. യെശയ്യാവ് 49:1. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവ് 1:5. ഒരുപക്ഷെ നീ നടക്കുന്നത് മോശയെപ്പോലെ ഊഷരമായ മരുഭൂമിയിലൂടെ ആയിരിക്കാം. നീ ആടുകളുടെ പുറകെ അലഞ്ഞു നടക്കുന്നവനാകാം. കനത്ത തിരമാലകളും കൊടുങ്കാറ്റും നിന്റെ ജീവിതമാകുന്ന പടകിനെ ആടി ഉലയ്ക്കുന്നുണ്ടാകാം. നീ നീലനദിയിൽ പൊങ്ങിയും മുങ്ങിയും തുടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ കാണുന്നു. നിന്നെ കരം തന്ന് സിംഹാസനത്തിൽ ഇരുത്തുവാൻ അവൻ കൈനീട്ടി നിൽക്കുന്നു. ആ കണ്ണുകൾ വലിയ പ്രതീക്ഷയോടെ നിന്നെ നോക്കുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കാം, പ്രകാശിക്കാം. ഈ കെട്ടപ്പെട്ട കഴുതയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കഴുതയെ ഉപയോഗമില്ലാതെ വരുമ്പോൾ അതിനെ കെട്ടിയിടും. ഇങ്ങനെ കെട്ടപ്പെട്ട നിലയിലാണോ ജീവിതം? യേശു പറയുന്നു, കഴുതയുടെ കെട്ടഴിപ്പീൻ, എനിക്കതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ജീവിതത്തിൽ അഴിക്കുവാൻ പറ്റാത്ത കെട്ടുകളുണ്ടോ? അഴിക്കണം. എങ്കിലേ കഴുതയെ യേശുവിന് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിലെ ഭാരങ്ങളെ കർത്താവിൻ്റെ മുന്നിൽ ഇറക്കി വയ്ക്കാം. കാരണം അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നമ്മെ കണ്ടവൻ, അറിയുന്നവൻ, നരയ്ക്കുവോളം നമ്മെ വഹിക്കുന്നവൻ. അവൻ ഇന്നും എന്നും അനന്യൻ തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.